ഇച്ചുക്കുട്ടൻ സ്കൂളിൽ പോകാൻ ബാഗുണ്ടേ ബാഗുണ്ടേ, നീലാപച്ച ചേലേറുന്നൊരു ബാഗുണ്ടേ ബാഗുണ്ടേ, BAG ബാഗുണ്ടേ BAG ബാഗുണ്ടേ. പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ ബാഗുണ്ടേ ബാഗുണ്ടേ, നോട്ട് ബുക്കുകൾ കയറ്റി വെക്കാൻ ബാഗുണ്ടേ ബാഗുണ്ടേ, ചോറും കറിയും ടിഫിൻ ബോക്സും ബാഗിനുള്ളിൽ സേഫാണ്. വെള്ളക്കുപ്പി വെക്കാനായി വാട്ടർ ബോട്ടിൽ പൗച്ചുണ്ട്, പെന്നും പെൻസിലും സ്കെയിലും റബ്ബറും സെറ്റായി വെക്കാൻ ഇടമുണ്ട്. കൊല്ലാം കൊല്ലാം ചെങ്ങാതി, കൂടെ പോരൂ ചെങ്ങാതി. ഇച്ചുക്കുട്ടൻ സ്കൂളിൽ പോകാൻ ബാഗുണ്ടേ ബാഗുണ്ടേ, നീലാപച്ച ചേലേറുന്നൊരു ബാഗുണ്ടേ ബാഗുണ്ടേ, BAG ബാഗുണ്ടേ BAG ബാഗുണ്ടേ. Welcome to Teacher Amma's Corner. Hooray! Let's learn! Let's learn! ദേ നമ്മുടെ ഇച്ചുക്കുട്ടനെ നോക്കൂ, ബാഗ് ഒരു തോളിൽ മാത്രം തൂക്കി നിൽക്കുന്നത് കണ്ടോ? ഇങ്ങനെ നിന്നാൽ നമ്മുടെ കുഞ്ഞു കിച്ചുവിന്റെ നട്ടെല്ല് വേദന എടുക്കില്ലേ? ആണോ ടീച്ചറമ്മേ? എനിക്കിപ്പോൾ തന്നെ ചെറിയൊരു വേദന പോലെ തോന്നുന്നുണ്ട്. അതേ കിച്ചു, ബാഗ് തൂക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്, 2 സ്ട്രാപ്പുകളും ഉപയോഗിക്കുക. ബാഗിൽ 2 വള്ളികൾ ഉള്ളത് കണ്ടല്ലോ, ഇത് ഒരുപോലെ 2 തോളിലും തൂക്കുവാനാണ്. ഒരു തോളിൽ മാത്രം തൂക്കിയാൽ ശരീരം ഒരു വശത്തേക്ക് ചെരിയുകയും അത് നമ്മുടെ നട്ടെല്ലിന് ദോഷം ചെയ്യുകയും ചെയ്യും. പിന്നെ ബാഗിന്റെ ഭാരം കുറയ്ക്കണം. അനാവശ്യമായ വലിയ കളിപ്പാട്ടങ്ങളോ ഭാരമുള്ള വസ്തുക്കളോ ബാഗിൽ വെക്കരുത്. ആ ദിവസത്തെ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ മാത്രം കരുതിയാൽ മതി. നമ്മുടെ ശരീരത്തിന്റെ 10 ഭാരത്തിൽ കൂടുതൽ ബാഗിന് ഉണ്ടാവാൻ പാടില്ല. ഇനി എങ്ങനെയാണ് ബാഗിനുള്ളിൽ അടുക്കി വെക്കുന്നതെന്ന് നോക്കാം. ഭാരമുള്ള വലിയ പുസ്തകങ്ങൾ എപ്പോഴും പുറകുവശത്ത്, അതായത് നമ്മുടെ മുതുകിനോട് ചേർന്ന് വെക്കണം. ചെറിയ പുസ്തകങ്ങളും പെൻസിൽ ബോക്സ് അതുപോലെ ഇവയൊക്കെ മുൻവശത്ത് വെക്കാം. ഇത് ഭാരം ബാലൻസ് ചെയ്യുന്നതിന് സഹായിക്കും. അടുത്തത്, ബാഗ് തൂങ്ങിക്കിടക്കാൻ പാടില്ല. അത് നമ്മുടെ പുറത്തോട് ചേർന്ന് നിൽക്കണം. വള്ളികൾ വലിച്ച് മുറുക്കി ബാഗ് അരക്കെട്ടിന് മുകളിലായി നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. അത് ശരി, ഇനി മുതൽ ഞാൻ എന്റെ ബാഗ് കൃത്യമായി അടുക്കി 2 തോളിലും തൂക്കി മാത്രമേ നടക്കൂ. മിടുക്കി, ശരിയായ രീതിയിൽ ബാഗ് തൂക്കൂ, നട്ടെല്ലിനെ സംരക്ഷിക്കും.